നമസ്കാരം. ഇറാനും US-ഉം തമ്മിലുള്ള വെടിനിർത്തൽ ധാരണ അവസാനിക്കുന്നതിന് മുൻപ് രണ്ട് രാജ്യങ്ങളും രണ്ടാം വട്ട സമാധാന ചർച്ചയിൽ പങ്കെടുക്കില്ല എന്ന് ഏറെക്കുറെ ഉറപ്പായതുകൊണ്ട് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിലും ഇന്ത്യൻ മാർക്കറ്റിൽ വോളറ്റിലിറ്റി പ്രതീക്ഷിക്കാവുന്നതാണ്. അമേരിക്കൻ ഫ്യൂച്ചർ 0.24%, യൂറോപ്യൻ ഫ്യൂച്ചർ 1.28% ഇടിഞ്ഞാണ് ട്രേഡ് ചെയ്യുന്നത്. ഏഷ്യൻ മാർക്കറ്റിൽ പ്രധാന ഏഷ്യൻ ഇൻഡിസസുകൾ പോസിറ്റീവ് സൈഡിലാണെങ്കിലും മാർക്കറ്റിൽ ഒരു കോഷ്യസ് ഔട്ട്ലുക്കാണ് കാണുന്നത്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഫ്ലാറ്റ് ഓപ്പണിംഗ് വേണം നമ്മൾ പ്രതീക്ഷിക്കാൻ. കഴിഞ്ഞ ദിവസവും മാർക്കറ്റിൻ്റെ വോളറ്റിലിറ്റി ഉയരുകയും മാർക്കറ്റ് ഏറെക്കുറെ 24,364 ഫ്ലാറ്റ് ക്ലോസിംഗ് നൽകുകയും ചെയ്തു. ഇവിടെ ഇറാൻ്റെ ഒരു കൊമേഴ്സ്യൽ ഷിപ്പിനെയും ഓയിൽ കണ്ടെയ്നറിനെയും US നേവി സീസ് ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ US-ഉമായി ഉടനടി ചർച്ചയ്ക്കില്ല എന്ന് ഇറാൻ പ്രഖ്യാപിക്കുകയായിരുന്നു. ഇതാണ് സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസിൽ ഉടലെടുത്ത പുതിയ അസ്ഥിരതയ്ക്ക് പിന്നിലെ പ്രധാന കാരണം. ഇതിൻ്റെ ഇമ്പാക്റ്റ് മൂലമാണ് ഗ്ലോബൽ മാർക്കറ്റിലും ഏഷ്യൻ മാർക്കറ്റിലും ഇന്ന് മിക്സഡ് ഔട്ട്ലുക്ക് അല്ലെങ്കിൽ ഒരു കോഷ്യസ് അപ്രോച്ച് പ്രതീക്ഷിക്കുന്നത്. മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം 24,500 വളരെ പ്രധാനപ്പെട്ട ഒരു റെസിസ്റ്റൻസ് സോൺ കൂടിയാണ്. 24,500 എന്ന റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ 24,800 വരെ മാർക്കറ്റ് ഉയരാൻ സാധ്യതയുണ്ട്. അതേസമയം 24,100 മാർക്കറ്റിൻ്റെ പ്രധാനപ്പെട്ട സപ്പോർട്ട് കൂടിയാണ്. ഇനി ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ വരാൻ സാധ്യതയുള്ള ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളെ പരിചയപ്പെടാം. കഴിഞ്ഞ ദിവസം മാർക്കറ്റ് അവറിന് ശേഷം ക്വാർട്ടർലി റിസൾട്ട് പുറത്തുവിട്ട ചില സ്റ്റോക്കുകളുടെ ക്വാർട്ടർലി റിസൾട്ടിന് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷനാണ് നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്. ഒന്നാമത്തേത് E2E നെറ്റ്വർക്ക്. E2E നെറ്റ്വർക്കിൻ്റെ റവന്യൂ 36% വർദ്ധിച്ച് 70 കോടിയിൽ നിന്നും 95 കോടിയിലേക്ക് എത്തി. എബിറ്റ 46% വർദ്ധിച്ച് 39 കോടിയിൽ നിന്നും 58 കോടിയിലേക്ക് എത്തുകയും എബിറ്റ മാർജിൻ 56% നിന്നും 60% ഉയരുകയും ചെയ്തു. അതേസമയം കമ്പനി 5.7 കോടി രൂപയുടെ ലോസിൽ നിന്നും 6.4 കോടി രൂപയുടെ പ്രോഫിറ്റിലേക്കും എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് E2E നെറ്റ്വർക്ക് എന്ന സ്റ്റോക്കിനെ ഇന്ന് ശ്രദ്ധിക്കാം. SML മഹീന്ദ്രയുടെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ റവന്യൂ 16% വർദ്ധിച്ച് 771 കോടിയിൽ നിന്നും 898 കോടിയിലേക്ക് എത്തി. കമ്പനിയുടെ എബിറ്റ 0.1% ഇടിഞ്ഞ് ഫ്ലാറ്റാണ്. എബിറ്റ മാർജിൻ 11.72% നിന്നും 10.06% ഇടിഞ്ഞു. കമ്പനിയുടെ പ്രോഫിറ്റ് 2.4% വർദ്ധിച്ച് 53 കോടിയിൽ നിന്നും 54 കോടിയിലേക്ക് എത്തി. SML മഹീന്ദ്രയുടെ ക്വാർട്ടർലി റിസൾട്ട് ഏറെക്കുറെ ഫ്ലാറ്റാണ്. PNB ഹൗസിംഗിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ ടോട്ടൽ ഇൻകം 6% വർദ്ധിച്ച് 2,037 കോടിയിൽ നിന്നും 2,172 കോടിയിലേക്ക് എത്തിയപ്പോൾ നെറ്റ് പ്രോഫിറ്റ് 20% വർദ്ധിച്ച് 581 കോടിയിൽ നിന്നും 686 കോടിയിലേക്ക് എത്തി. ഇന്ന് ഇൻഡോ സോളാർ എന്ന സ്റ്റോക്കിനെയും ഫോക്കസ് ചെയ്യാം. ഇൻഡോ സോളാറിൻ്റെ നെറ്റ് പ്രോഫിറ്റ് 5% വർദ്ധിച്ച് 40 കോടിയിൽ നിന്ന് 42 കോടിയിലേക്ക് എത്തിയിട്ടുണ്ട്. കമ്പനിയുടെ എബിറ്റ മാർജിൻ 26% നിന്നും 77.4% ഉയർന്നു. കമ്പനിയുടെ എബിറ്റ 28.2% വർദ്ധിച്ച് 50 കോടിയിൽ നിന്നും 64 കോടിയിലേക്ക് ഉയർന്നെങ്കിലും കമ്പനിയുടെ റവന്യൂ 56% ഇടിഞ്ഞ് 192 കോടിയിൽ നിന്നും 83 കോടിയിലേക്ക് എത്തി. ചില സ്റ്റോക്കുകളെ ബിസിനസ് അപ്ഡേറ്റ് പോയിന്റ് ഓഫ് വ്യൂവും ഫോക്കസ് ചെയ്യാവുന്നതാണ്. ഒന്നാമത്തേത് മുത്തൂറ്റ് മൈക്രോഫിൻ. മുത്തൂറ്റ് മൈക്രോഫിനിൻ്റെ അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് ഇയർ ഓൺ ഇയറിൽ 13% വർദ്ധിച്ച് 14,006 കോടിയായി മാറിയിട്ടുണ്ട്. ലോൺ ഡിസ്ബേഴ്സ്മെൻറ്റ് ഇയർ ഓൺ ഇയറിൽ 6% വർദ്ധിച്ച് 9,418 കോടിയായി മാറുകയും കളക്ഷൻ എഫിഷ്യൻസി 93% നിന്നും ഇയർ ഓൺ ഇയറിൽ 96.43% ഉയരുകയും ചെയ്തതുകൊണ്ട് മുത്തൂറ്റ് മൈക്രോഫിൻ എന്ന സ്റ്റോക്കിനെ ഇന്ന് ശ്രദ്ധിക്കാം. രണ്ടാമത്തേത് ബജാജ് ഫിൻസർവാണ്. ബജാജ് ഫിൻസർവിൻ്റെ ജനറൽ ഇൻഷുറൻസ് ഗ്രോസ് ഡയറക്റ്റ് പ്രീമിയം 1.9% ഇയർ ഓൺ ഇയറിൽ ഇടിഞ്ഞ് 1,384 കോടിയിലേക്ക് എത്തി. ലൈഫ് ഇൻഷുറൻസ് ടോട്ടൽ പ്രീമിയം 25% ഇയർ ഓൺ ഇയറിൽ വർദ്ധിച്ച് 2,283 കോടിയായി മാറി. ഒബറോയ് റിയാലിറ്റിയുടെയും ബിസിനസ് അപ്ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട്. ക്വാർട്ടർ 4-ൽ കമ്പനിയുടെ ടോട്ടൽ യൂണിറ്റ്സ് ബുക്ക്ഡ് 78 നിന്നും 229 ഉയരുകയും കാർപ്പറ്റ് ഏരിയ ബുക്ക്ഡ് 1.4 ലക്ഷം സ്ക്വയർ ഫീറ്റിൽ നിന്നും 3.6 ലക്ഷം സ്ക്വയർ ഫീറ്റായി ഉയരുകയും ചെയ്തു. കൂടാതെ ക്വാർട്ടർ 4-ലെ കമ്പനിയുടെ ടോട്ടൽ ബുക്കിംഗ് വാല്യൂ 96% ഇയർ ഓൺ ഇയറിൽ വർദ്ധിച്ച് 1,673 കോടിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി മറ്റ് ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ് കൂടി മനസ്സിലാക്കാം. ഒന്നാമത്തേത് അസോസിയേറ്റഡ് ആൽക്കഹോൾ ആൻഡ് ബിവറേജ് എന്ന കമ്പനി. അസോസിയേറ്റഡ് ആൽക്കഹോൾ ആൻഡ് ബ്രിവറീസ് എന്ന കമ്പനി SDF ഇൻഡസ്ട്രീസിനെ 30 കോടി രൂപയ്ക്ക് അക്വയർ ചെയ്യും. അതിൻ്റെ പശ്ചാത്തലത്തിൽ അസോസിയേറ്റഡ് ആൽക്കഹോൾ ആൻഡ് ബ്രിവറീസ് എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാം.
രണ്ടാമത്തേത് IEX ആണ്. പവർ മാർക്കറ്റ് കപ്ലിങ്ങുമായി ബന്ധപ്പെട്ട ഡ്രാഫ്റ്റ് സോഷ്യൽ മീഡിയ വഴി പ്രചരിച്ചതിനെ തുടർന്ന് IEX എന്ന സ്റ്റോക്കിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ശക്തമായ സെല്ലിംഗ് പ്രഷർ പ്രകടമായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട ഒരു ക്ലാരിഫിക്കേഷൻ കമ്പനി ലോഞ്ച് ചെയ്തതുകൊണ്ട് IEX എന്ന സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിക്കാനുള്ള സാധ്യത കൂടുതലാണ്. മൂന്നാമത്തേത് ടൂറിസം ആൻഡ് ട്രാവൽ സെക്ടറിലെ സ്റ്റോക്കായ തോമസ് കുക്ക് SOTC എന്ന കമ്പനിയുമായി ചേർന്ന് വിസ റിജക്ഷൻ കവർ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തോമസ് കുക്ക് എന്ന സ്റ്റോക്കും മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിച്ചേക്കും. ആനന്ദ് റാഠി എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാം. ആനന്ദ് റാഠിയുടെ ഫൈനൽ ഡിവിഡൻഡിൻ്റെ റെക്കോർഡ് ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട്. മെയ് 15-ാം തീയതിയാണ് ഫൈനൽ ഡിവിഡൻഡിൻ്റെ റെക്കോർഡ് ഡേറ്റ്. അതുപോലെ തന്നെ ഡിമർജർ പോയിന്റ് ഓഫ് വ്യൂ വേദാന്ത എന്ന സ്റ്റോക്കിനെയും ഫോക്കസ് ചെയ്യാവുന്നതാണ്. വേദാന്തയുടെ ഡിമർജർ റെക്കോർഡ് ഡേറ്റ് മെയ് 1-ാം തീയതിയായി തീരുമാനിച്ചു. അതുകൊണ്ട് വേദാന്ത എന്ന സ്റ്റോക്കും ഇന്ന് മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിക്കാനുള്ള സാധ്യത കൂടുതലാണ്. സിയറ്റ് എന്ന കമ്പനി 3.3 കോടി രൂപ റൈറ്റ് ഇഷ്യൂ വഴി സമാഹരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. സിയറ്റ് മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിക്കാൻ സാധ്യതയുണ്ട്. കൂടാതെ സിറ്റി യൂണിയൻ ബാങ്ക് 7 പുതിയ ബ്രാഞ്ച് ഓപ്പൺ ചെയ്ത് ടോട്ടൽ ബ്രാഞ്ചുകളുടെ എണ്ണം 971 ഉയർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് സിറ്റി യൂണിയൻ ബാങ്കും മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിക്കാനുള്ള സാധ്യത കൂടുതലാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്